അപ്പം ഇന്ന് രാവിലെ എണീച്ചിട്ട് ഞാൻ നേരെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ട് നേരെ ഹാളിലോട്ടാട്ടോ വന്നത്. ഹാളിൽ ചെന്നാൽ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് പിന്നെ വിരിയൊക്കെ ഒന്ന് നീക്കിയിടുന്നുണ്ടേ. പിന്നെ ആ ചവിട്ടിയിൽ കുറച്ച് ചവറുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കുടഞ്ഞ് വിരിച്ചിട്ട് ഞാൻ പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടാന്ന് വിചാരിച്ചു. ഈ ടൈം ആകുമ്പോൾ നല്ല വെയിലുണ്ടാവും കേട്ടോ, നല്ല വെട്ടം വെളിച്ചൊക്കെയാണ് ഈ ടൈം ആകുമ്പോൾ. പിന്നെ അപ്പം ഞാൻ എപ്പോഴും ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് വിരിയൊക്കെ ഒന്ന് നീക്കിയിടും കേട്ടോ, അപ്പം നല്ല കാറ്റൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ അതെല്ലാം നീക്കിയിട്ടിട്ട് ഞാൻ നേരെ പോയിട്ട് കുക്കറും അതുപോലെ തന്നെ പാത്രം ചായ കാച്ചാനുള്ള പാത്രമോട്ടോ എടുത്ത് വെച്ചത്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ വൻപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അത് വേഗം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ അയിനൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. പയറിലോട്ട് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നേരെ അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്കുള്ളൂ പാലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായപ്പൊടിയും പഞ്ചസാരയും പിന്നെ ഏലക്കപ്പൊടി ഇന്ന് വിടാൻ മറന്നു പോയിട്ടോ. എല്ലാവർക്കും അറിയാൻ ഞാനൊരു ഏലക്ക പ്രേമിയാണ്. ഏലക്കപ്പൊടി ഇന്ന് ഇടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് അവിടെ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കും ഞാനിതാ ചെറിയ ഉള്ളി ആട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇത് പയററിക്കാണ്. ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ പയർ കുത്തി മൂപ്പിക്കാട്ടോ ചെയ്യുന്നത്. ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി ഇടും. പിന്നെ കുറച്ച് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് പിന്നെ പയററി അങ്ങോട്ട് തട്ടിക്കൊടുക്കാട്ടോ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇക്കാക്കും ഭയങ്കര ഇഷ്ടമുണ്ട് ആ കറി. അങ്ങനെ ഇന്ന് ചെറിയ ഉള്ളി ചതക്കാനുള്ള മടി കൊണ്ടിട്ട് ഞാൻ കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്കിന്ന് മൊത്തത്തിൽ ഭയങ്കര വെപ്രാളമായിരുന്നു കേട്ടോ. അപ്പോൾ അയിനൂസ് എണീറ്റ് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. പിന്നെ അവൾ എന്തൊക്കെ പിടിച്ചു വെച്ച് കയറുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കുപ്പിയാണ് ഈ എടുക്കുന്നത് അവൾ. അപ്പോൾ പഞ്ചസാര കുപ്പി എടുത്തിട്ട് അവൾ വായിലിടാൻ വേണ്ടി നോക്കാം കേട്ടോ. പക്ഷെ അവളെ കയ്യിൽ നിന്ന് അത് വീണ് അതിന് തന്നെ മൊത്തം ഇവിടെ വിതറുന്നുള്ളതുകൊണ്ട് ഞാൻ കട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവൾക്ക് കുറച്ച് പഞ്ചസാര കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൾ ഉറക്കമത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മുഖമൊക്കെ കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആളിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ കഥ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറും ചായയും കൂടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. വലിയ അടുപ്പിലോട്ട് വെച്ചാൽ ചായ വേഗമാവും കേട്ടോ. അങ്ങനെ ചായ തിളച്ചപ്പോൾ പിന്നെ ക്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ ആ അടുപ്പിൽ തന്നെ പയററിക്കുള്ള മസാല റെഡിയാക്കുക കേട്ടോ. മസാല റെഡിയാക്കുകയാണ്. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി പയററി വേഗം സെറ്റാക്കിയിട്ട് പിന്നെ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ചപ്പാത്തിയാണ്, പയററിയും ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കുന്നത്. പാക്കറ്റ് ചപ്പാത്തി ആയിട്ടും ഞാനിന്ന് വാങ്ങിച്ചത്. എനിക്ക് മൊത്തത്തിൽ തിരക്കായതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയില്ല. പാക്കറ്റ് ചപ്പാത്തിയും ചായയും ഒക്കെ എല്ലാം റെഡി ആയിട്ട് പിന്നെ ഞാനതെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അയിനൂസിനെ കുളിപ്പിച്ച് കയറ്റി അവൾക്ക് ചായ കൊടുത്ത് പിന്നെ അവൾക്ക് ഒരു ചപ്പാത്തി പിച്ചിക്കേറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് റെഡിയായി നിന്നിട്ടുണ്ട്. പിന്നെ ആ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടിട്ടോ. അതിലെന്തൊരു വശപ്പശയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ആ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് അയിനൂസിന് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇവിടെ ഇറക്കി തന്നിട്ട് ഷിൻകാക ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ വാപ്പയും അയിനൂസും കൂടിയാണ് കേട്ടോ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ആധാർ സെൻറ്ററിലോട്ട് പോയപ്പോഴാണ് അവിടെ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലാട്ടോ ആധാർ കാർഡ്. അപ്പോൾ ഞാൻ അങ്ങ് അമ്പലമൊക്കെ ഒന്ന് സൂം ചെയ്തെടുത്താണ്. പിന്നെ ആധാർ കാർഡൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു 10 ദിവസം കഴിയോട്ടോ ആധാർ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട്